എല്ലാവരും സിറാജ് ദിനപത്രത്തിൻ്റെ പ്രചാരകരാണ്. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽമയുടെ സെന്റിനറിയോടനുബന്ധിച്ച് ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് കേരള യാത്ര വരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അവിടെ എല്ലാം ശങ്കിച്ചു നിൽക്കാതെ വളരെയേറെ ഉത്സാഹത്തോടെ നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവമായി എല്ലാവരും മുന്നേറണം. നമ്മുടെ സംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരുപാട് മുസീബത്തുകൾ ഉണ്ടായിപ്പോയി. ഇനി അതുണ്ടാകാൻ വിട്ടൂടാ. അതിൽ പെട്ടതാണ്, നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, നമ്മുടെ വലിയ വലിയ ആലിമീങ്ങൾ ദർസ് നടത്തിയ അതേ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ, ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഉസ്താദാണ്. മഹാനവറുകൾ ക്ലാസ് എടുത്ത ശേഷം ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ക്ലാസ് എടുത്ത ശേഷം കണ്ണിയത്ത് ഉസ്താദ് ക്ലാസ് എടുത്ത ആ മഹത്തായ സ്ഥാപനം വാഴക്കാട് ദാറുൽ ഉലൂം സുന്നികളെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ നിർമ്മിച്ച മുഹീദ്ദീൻ പള്ളി നഷ്ടപ്പെട്ടു പോയി. അബുൽ ഹസൻ ശാദിലി തങ്ങളുടെ പേരിൽ നിർമ്മിച്ച ശാദിലി പള്ളി നഷ്ടപ്പെട്ടു പോയി. എടവണ്ണയിലും പുളിക്കലിലും കുറ്റ്യാടിയിലും അങ്ങനെ പല സ്ഥലത്തും നൂറുകണക്കിന് കൊല്ലം വലിയ വലിയ മഹാന്മാരെ ഇബാദത്ത് എടുത്ത പള്ളികൾ നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? നമുക്ക് സംഘടനാ ശക്തി ഉണ്ടായില്ല. നമ്മുടെ സംഘടന ശക്തിപ്പെട്ടു വന്നപ്പോ SYS-ഉം SSF-ഉം മുസ്ലിം ജമാഅത്തൊക്കെ ശക്തിപ്പെട്ടു വന്നപ്പോ ഇപ്പൊ അങ്ങനെ ഒരൊറ്റ പള്ളിയും നമ്മൾ നഷ്ടപ്പെടുന്നില്ല എന്ന് ആരോടാണ് പറഞ്ഞറിയിക്കേണ്ടത്? എല്ലാവർക്കും അറിയൂലേ. ഇപ്പൊ അങ്ങനെ പള്ളി നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം നമ്മുടെ സംഘടന ഉള്ളത് കൊണ്ടാ. എന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ സ്ഥലത്തൊക്കെ അൽഹംദുലില്ലാഹ് അതേ പള്ളി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേറെ പള്ളി നിർമ്മിച്ചിട്ടെങ്കിലും അവിടെയൊക്കെയുള്ള മുഅ്മിനീങ്ങളുടെ നിസ്കാരം ശരിയാക്കാൻ കഴിഞ്ഞില്ലേ? 11 മഹല്ലിൽ ഒരൊറ്റ പള്ളിയില്ലാതെ നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ് കുറ്റ്യാടിയും പരിസരവും. 11 മഹല്ലിലും പള്ളി ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ് അവിടെ സുന്നത്ത് ജമാഅത്തിന് നിസ്കരിക്കാൻ പള്ളി ഉണ്ടായില്ലേ? നമ്മുടെ സംഘടന ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സംഘടനയൊന്നും വേണ്ട, നമുക്കെന്താ സ്വർഗത്തിൽ കിടക്കാൻ സംഘടന വേണോ? ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ചില ജാബിയക്കാരുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. മുസ്ലിമീങ്ങൾ നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ കുണ്ടൂർ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതേപോലെ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു അസ്റാറഹും വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട വലിയ വലിയ മഹാന്മാരുണ്ട്. അവരൊക്കെ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തിയവരും സംഘടനക്ക് നിർദ്ദേശം നൽകിയവരും ഉപദേശം നൽകിയവരുമാണ്. അവരൊക്കെ ഉയർത്തി വന്ന സംഘടന, ആ സംഘടനയുടെ പ്രവർത്തനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടെങ്കിൽ അവരെ വഴിയിലല്ല, അവരുമായും അവർക്ക് ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ സംഘടനാ പ്രവർത്തനം എല്ലാ സ്ഥലത്തും ശക്തിപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം വരും, മറ്റു പരിപാടികൾ വരും. അവിടെ എല്ലാം സജീവമായി നമ്മൾ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.